സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയും അരുന്ധതിയും മറച്ചു വെച്ച ആ വലിയ രഹസ്യം പുറത്തായിരിക്കുവാണ്. പ്രഭാവതി മനഃപൂർവ്വം ഋഷിയെ അപകടപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഋഷി ഇങ്ങനെ തിളർന്ന് കിടപ്പിലായത്. ഉരുൾപൊട്ടലിൽ അനാഥയായ ലീന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സ്പോൺസറായിട്ട് വന്ന പ്രഭാവതി കാലക്രമേണ ലീന എന്ന പെൺകുട്ടിയുടെ അമ്മയായി മാറി. 10ലും +2ലും ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന നല്ല മാർക്കോടെ വിജയിച്ച ആ പെൺകുട്ടിക്ക് തൻ്റെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ഋഷി എന്ന് പറയുന്ന കോളേജിലെ ഏറ്റവും മോശ സ്വഭാവക്കാരനായ ഒരു പയ്യനുമായിട്ട് ലീന അടുപ്പത്തിലാണെന്നറിഞ്ഞ പ്രഭാവതിയെ വല്ലാതെ ചൊടിപ്പിച്ചു. ഒരു ദിവസം പിയൂൺ വഴി ക്ലാസ് റൂമിൽ ലീനയും ഋഷിയും ഉണ്ടെന്നറിഞ്ഞ് പ്രഭാവതി വന്ന് ഡോറ് തുറന്നു നോക്കുമ്പം ലീനയുടെ കവളത്ത് ഉമ്മ വെച്ച് നിൽക്കുന്ന ഋഷിയാണ് കണ്ടത്. അത് കണ്ട് സഹിക്കാനാകാതെ ലീനയുടെ കവളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് പ്രഭാവതി. മനം നൊന്ത് ലീന 6ാമത്തെ നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ആ വേദനയിൽ പ്രഭാവതിയുടെ സമനില തെറ്റിയെന്ന് തന്നെ പറയാം. സ്വന്തം മകൾ മരിച്ച ആ ഒരു വേദനയാണ് പ്രഭാവതിയിലുണ്ടായത്. ലീനയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിൽ റോഡരികിൽ നിൽക്കുന്ന ഋഷിയെ കണ്ടിട്ട് കലിയടക്കാനാകാതെ തൻ്റെ കാറ് അതിവേഗം ഋഷിയുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറ്റി. എത്ര ദൂരം അങ്ങനെ അവനെയും കൊണ്ട് പോയെന്നറിയത്തില്ല. പിന്നീട് അറിഞ്ഞത് ഋഷി വയ്യാണ്ടായി കിടപ്പിലാണെന്നും മരിച്ചിട്ടില്ല, ആ പയ്യനെയും കൊണ്ട് അവൻ്റെ അമ്മ നാട് വിട്ടുപോയി എന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞു. അതേ ഋഷിയുടെ അമ്മയാണ് തന്നെ കാണാൻ വന്നതെന്നും താൻ മനഃപൂർവ്വം ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ താൻ അനുഭവിക്കുന്ന മനോവേദനയും തൻ്റെ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെന്നൊക്കെ ഭാർഗവിയോട് തുറന്നു പറയുമ്പം ഭാർഗവിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിപ്പോകുന്നു. പ്രഭാവതി കുഞ്ഞ് തന്നെയാണോ ഇങ്ങനെ ചെയ്തത്? മനഃപൂർവ്വം ചെയ്തതല്ലെന്നാ ഞാൻ കരുതിയത്. ഇത് മനഃപൂർവ്വം എന്തിന് കുഞ്ഞ് നീ അങ്ങനെ ചെയ്തു? അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ്. ഇപ്പം ദേവികയും നന്ദനെയും കൂട്ടുപിടിച്ച് എന്നോട് യുദ്ധം ചെയ്യാനാണ് അവളുടെ പുറപ്പാട്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുന്ന ദിവസങ്ങളായിരിക്കുമെന്നും പ്രഭാവതി ഭാർഗവിയെ ഓർമ്മിപ്പിക്കുന്നു. പ്രഭാവതിയുടെ സ്വന്തം അനിയത്തിയെപ്പോലെയൊക്കെയാണ് ഭാർഗവിയെ കാണുന്നത്. അതുകൊണ്ട് തൻ്റെ മനസ്സിലെ എല്ലാ വേദനകളും ഭാർഗവിയോട് മാത്രമാണ് ഇപ്പം പ്രഭാവതി ഷെയർ ചെയ്തിരിക്കുന്നത്. അതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ടെൻഷനിലാണ് ഭാർഗവി. പ്രഭാവതിക്ക് ഒരപകടം പറ്റുന്നത് ഭാർഗവിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദേവികയും ഋഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് അവിഹിത ബന്ധമാണെന്നാണ് നന്ദൻ പറഞ്ഞ് പ്രഭാവതി തെറ്റിദ്ധരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിയിട്ടും നന്ദനോട് സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം പ്രഭാവതി. അങ്ങനെ സത്യം തുറന്നു പറയുമ്പോൾ പണ്ടുണ്ടായ കാര്യങ്ങളും പറയേണ്ടി വരും. അതിന് തന്നെ കൊണ്ടാകില്ല. തൻ്റെ മക്കൾ തന്നെ തെറ്റിദ്ധരിക്കുമെന്നുള്ളൊരു പേടിയും പ്രഭാവതി അലട്ടുന്നുണ്ട്. ചന്ദ്രോത്ത് വന്ന് പ്രഭാവതിയെ കാണുന്ന ഗൗരിക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. പ്രഭാവതി ആൻറ്റി ഇങ്ങനെ സങ്കടപ്പെട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ സിദ്ധാർത്ഥൻ സാറിൻ്റെ കേസിൻ്റെ സമയത്ത് കുറച്ച് വിഷമിച്ചുവെങ്കിലും കേസൊക്കെ അനുകൂലമായി മാറിയപ്പോൾ ആ ഒരു വിഷമമൊക്കെ മാറിയായിരുന്നു. എന്നാൽ പ്രഭാവതി ആൻറ്റി ഇപ്പം വീണ്ടും സങ്കടത്തിലാണ്. എന്താ കാര്യമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം രജനിയും ഗിരീഷിനെയും അറിയിക്കാൻ തീരുമാനിക്കുന്നുണ്ട് ഗൗരി. അങ്ങനെ ഗിരീഷിനോട് പറയുന്ന സമയത്ത് ഗിരീഷ് പറയുന്നു, മിക്കവാറും നന്ദൻ്റെ കുടുംബജീവിതം തകരുമോ എന്നുള്ള പേടിയായിരിക്കും ആൻറ്റിക്ക്. അതല്ല ഗിരീഷ് ഏട്ടാ, അങ്ങനെയായിരുന്നു ഞാനും കരുതിയിരുന്നത്. പക്ഷേ അതല്ല പ്രശ്നം. ആൻറ്റി അലട്ടുന്ന എന്തോ ഒരു പേടി ഉണ്ട്. ഞാൻ ചോദിച്ചാൽ ചിലപ്പം തുറന്നു പറഞ്ഞു വരത്തില്ല. ഗിരീഷ് ഏട്ടനും രജനി ചേച്ചിയൊക്കെ ആണെങ്കിൽ മിക്കവാറും തുറന്നു പറയുമായിരിക്കും എന്നൊക്കെ പറയുമ്പം രജനി പറയുന്നു, എന്തായാലും ഗിരീഷ് ഏട്ടാ ഇന്ന് തന്നെ നമുക്ക് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോവാം. ഗിരീഷ് ഏട്ടാ സ്കൂളിൽ പോയതിന് ശേഷം മതി. ഗിരീഷ് പറയുന്നുണ്ട്, താൻ വിഷമിക്കേണ്ട, നമുക്ക് ഇന്ന് തന്നെ ചന്ദ്രോത്തേക്ക് പൊക്കോളാം. എന്താ ആൻറ്റിയുടെ പ്രശ്നമൊന്നും ചോദിച്ചറിയാം. താൻ ആദ്യം ഗൗരിയെ കൂട്ടിക്കൊണ്ടുപോയി കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് എന്ന് പറയുമ്പം ഗൗരിയും കൂട്ടിക്കൊണ്ട് രജനി അകത്തേക്ക് പോകുന്നുണ്ട്. ഗിരീഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നന്ദനെ ഒന്ന് വിളിച്ച് കാര്യം തിരക്കിയാലോ, എന്താ അവിടെ നടക്കുന്നതെന്ന്. അങ്ങനെ നന്ദനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ എന്തെങ്കിലും വഴക്കോ ബഹളോ കാണോ ഉണ്ടായോ? ദേവിക പോയതിൻ്റെ വിഷമം ആൻറ്റിയോട് തീർക്കുന്നുണ്ടോ നന്ദൻ? അങ്ങനെയൊന്നും ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഒന്നുമില്ല. ആൻറ്റിയുടെ സംസാരത്തിൽ എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിൻ്റെ വിഷമമായിരിക്കും അമ്മയ്ക്ക്. എന്ത് ചെയ്യാനാ, അതൊന്നും ഇനി പഴയ പോലെ ആകത്തില്ല. അമ്മയുടെ ടെൻഷൻ മാറാനും പോകുന്നില്ല എന്നൊക്കെ നന്ദനും പറയുന്നു. ത്യാഗരാജൻ പറഞ്ഞ് അരുന്ധതി അറിയുന്നുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ നന്നായിട്ട് സംസാരിച്ചു ദേവികയെന്ന്. ആദ്യം പല സ്ഥലങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ ദേവികയുടെ സംസാരം കേട്ടിട്ട് അകത്തേക്ക് കയറി വന്നു. ഇരിക്കാൻ സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയായി. വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും വെച്ചിട്ടല്ല സംസാരിച്ചത്. പക്ഷേ
സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാൻ ദേവികയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നൊക്കെ പറയുമ്പം അരുന്ധതിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, പ്രഭാവതിയെ കണ്ടിട്ട് വന്ന ആ ഒരു വിഷമം അരുന്ധതിയെ അലട്ടുന്നത് കൊണ്ടാണ്. ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മേഡം? ഒന്നുമില്ല, എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അരുന്ധതി. പിന്നീട് ദേവികയെ രാത്രി വിളിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും നീ ഈ ഇലക്ഷന് പങ്കെടുക്കണം, വിജയിക്കുകയും വേണം എന്നൊക്കെ പറയുമ്പം ദേവികയ്ക്ക് ആദ്യം ഒരു ഞെട്ടലാണ് തോന്നുന്നത്. ഒരു സ്റ്റാഫിനോട് ഇത്രയധികം സ്നേഹം തോന്നുമെന്ന്. പിന്നെ അതേ സ്ഥാനത്ത് ദേവിക ചിന്തിക്കുന്നു, ഋഷിയുടെ മാറ്റത്തിന് കാരണക്കാരി ഞാനാണെന്ന് വിചാരിച്ച് തന്നോടുള്ള സ്നേഹമായിരിക്കും. കാരണം തൻ്റെ അമ്മയോട് പോലും വന്ന് പറഞ്ഞിരുന്നുവല്ലോ, ദേവിക എൻ്റെ സ്വന്തം മകളെ പോലെയാണെന്ന്. അങ്ങനെയാണെന്ന് കരുതുന്നുണ്ട്. പ്രഭാവതിയും അരുന്ധതിയും തമ്മിലുള്ള ശത്രുത അറിയാതെയാണ് ദേവിക ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം പ്രഭാവതിക്ക് മനസ്സിലാകുന്നുണ്ട്, തൻ്റെ പതനത്തിന് വേണ്ടിയിട്ട് ദേവിയെ കൂട്ടുപിടിച്ച് എന്തും കാണിക്കാൻ ഇനി അരുന്ധതി മുന്നോട്ട് പോകും. ആ പ്ലാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇനി ഗിരീഷ് മാഷിനെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഭാവതി കൊണ്ടുവരും. അരുന്ധതിയെ തകർക്കാനായിട്ട്